നാട്ടിലിത് ഞാവൽപ്പഴ സീസണാണ്. വയനാട് നായ്ക്കട്ടി ടൗണിലെ ഞാവൽ മരം കായ്ക്കുമ്പോൾ പ്രദേശവാസികൾക്ക് പക്ഷെ ഒരു വേർപാടിന്റെ ഓർമ്മയാണ്. 13 വർഷം മുൻപ് ടൗണിലെ കച്ചവടക്കാരനായിരുന്ന ഉസ്മാൻ നട്ട ഞാവൽ തൈ വളർന്ന് ഞാവൽപ്പഴങ്ങൾ പൊഴിയുമ്പോൾ സമീപവാസികൾ മരണത്തിലൂടെ വിട്ടുപിരിഞ്ഞ തങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്മാനിക്കയെ ഓർക്കുകയാണ്. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. വൈലോപ്പള്ളി മലയാളി മനസ്സിൽ കോറിയിട്ട ഈ വരികൾ നൽകുന്ന ഓർമ്മ നായ്ക്കട്ടി ടൗണിലെ ഈ ഞാവൽ മരം പൊഴിക്കുമ്പോഴും നാട്ടുകാരിൽ നിറയുന്നതും അതുപോലെ ഒരു ഓർമ്മ. സമീപത്തുള്ളവരും സഞ്ചാരികളും കുട്ടികളുമായി ഞാവലിൻ്റെ മധുരം നുണയാൻ ഒരുപാട് പേരാണ്. അപ്പോഴും ചിലരെങ്കിലും 2013 ഇതിന് കാരണക്കാരനായ ഉസ്മാനിക്കയെ ഓർത്തെടുക്കും. ഒരു 10 വർഷം മുന്നേ ഉസ്മാനിക്ക വെച്ച ഒരു ഞാവൽ മരമാണ്. അപ്പോൾ ഇവിടെ നാട്ടുകാരായിട്ടും വഴിപോക്കരായിട്ടും എല്ലാവരും കയറി സുലഭമായിട്ട് പറിച്ചു കഴിക്കുന്ന ഒരു മരം. നല്ല അത്രപോലെ കായ്ക്കാരുണ്ട്. ഉസ്മാൻ ഖാൻ എന്നും ഓർക്കും. ഒരു പ്രകൃതി ദിനത്തിൽ വെച്ചതായതുകൊണ്ട് ഉസ്മാൻ ഖാൻ ഓർക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല. നട്ടതൈ പൂവിട്ട് കായ്ക്കും മുമ്പ് ഉസ്മാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. 2019 അസുഖം ബാധിച്ച് ഉസ്മാൻ മരിക്കുമ്പോൾ കൗമാരത്തിലേക്കെത്തിയ ആ ഞാവൽ ഇന്ന് മധുരമൂറും സ്മരണകളുമായി നായ്ക്കട്ടിക്കാർക്ക് പ്രിയപ്പെട്ടതാവുകയാണ്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.